എടാ ദാണ്ടെ ഇവിടെ ഉണ്ട് ഇവിടെ ഈ നിക്കുന്നത് എടാ വിസറാടാ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലെന്ന്. ഇല്ലടാ നീ പറിക്കടാ. എടാ ഈ പച്ചയൊക്കെ പറിച്ചിടാ പഴുത്തത് പറിക്കടാ പൊട്ടാ. എന്നാ നീ അങ്ങോട്ട് കയറി വേടാ. എനിക്ക് പറ്റത്തില്ല. എന്താ ചാട്ടിയിട്ടില്ല. ഓ എടാ അപ്പുറത്തെ ജില്ല കയറാ. അപ്പുറത്തത് അതുകൊണ്ട് ഇഷ്ടം ഒരു കൊല കണക്കിന് നിക്കുന്നടാ. പോയി പറയടാ പൊട്ടാ. അയ്യോ കാല ഞാൻ വീണ്. എന്തായാലും താഴെ വീണു. അന്ന് ആ മാങ്ങേനെ കൂടെ പിടിച്ചോണ്ട് താഴെ വിട്ട് വീണാൽ 2 മാങ്ങകളും കിട്ടി പോയ പൊട്ടൻ. എന്റെ നടുവ് പോയപ്പോഴാ മറ്റേ മാങ്ങ. ഒരു മാങ്ങ പോലും കിട്ടിയില്ല. വിസറായിരുന്നടാ. എന്നോടൊന്ന് ചേർന്ന് നടക്കല്ലേ, എന്നെ കടിക്കും. എടി ഈ രാഹുല് രാവിലെ വരാന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യാടാ ഇത്? എനിക്കറിയത്തില്ല. അവനെ ഉള്ള ആകെ ഒന്ന് മരത്തിൽ കയറാൻ അറിയുന്നത്. നീ ഒരു പൊട്ടനായി പോയല്ലോ. നിനക്ക് മരത്തിൽ കയറാൻ അറിയത്തില്ലയോ? ഞാൻ കയറാത്ത എന്തോടാ രാവിലെ മരത്തിന്റെ മണ്ടയ്ക്ക് കയറി പണിയൊക്കെ കിട്ടിയിരിക്കുവോ? മരത്തിന്റെ മണ്ടയ്ക്ക് വിശറിന്റെ സയൻസ് മേള ഉണ്ടായിരുന്നു, അത് കാണാൻ കയറില്ല. ഇത് പോഴക്കാണ്. നീയൊക്കെ ഇവിടെ കളിച്ചു നടന്നോ? എന്റെ അഖില് മോൻ അവൻ വീട്ടിൽ നിന്ന് പഠിക്കുക. അവൻ എങ്ങനെ ഗതി പിടിക്കൂടാ. താടിയാന്നോ വെള്ളത്തിലാശാനാന്നോ? കൂത്താടിയാവാനാ ചാൻസ്. തോണ്ടാ നോക്കി അവന്റെ കയ്യിൽ എന്തോ ഉണ്ടാ. മാങ്ങയാന്ന് തോന്നുന്നു. വന്നേ നിരങ്ങി വരാം. ഞാൻ പറഞ്ഞില്ലയോ എല്ലാത്തിനും രാഹുല് വേണം. അതിപ്പോ എന്തോ ഉണ്ടായാലും ബിഷർ ഉണ്ടായാലും തേങ്ങ ഉണ്ടായാലും രാഹുൽ അവിടെ വലിഞ്ഞ് കയറി പറിക്കും. ഞാനും ഇത് തന്നെയല്ലേ പറഞ്ഞേ. ഇങ്ങതാ ഈ വെയിലത്ത് ഇതുപോലൊരു മാങ്ങയും കിട്ടി, ഇതുപോലൊരു കനാലിൻ്റെ അടി, ഇങ്ങനെ പാലത്തെ ഇരുന്ന് തിന്നാനെ നല്ല രസമല്ലയോ? പാലമല്ലേ ഇത്, കമ്പൊഴിഞ്ഞു വീണതാണ്. അടിപൊളി ഒരു പാലമാണ്. എടാ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ അംഗൻവാടി ടീച്ചറില്ലയോ, പുള്ളിക്കാരിയുടെ വീടിൻ്റെ അടുത്തൊരു മാവ് ഇപ്പുണ്ട്. ഇഷ്ടം പോലെ മാവ് കൊലച്ച് ഇപ്പുണ്ട്. മാവല്ല മാങ്ങ. എടാ പക്ഷെ അത് പച്ചയാടാ, വിളഞ്ഞിട്ടില്ലടാ. ഉപ്പിട്ട് തിന്നുന്ന എന്തിനാ? അത് കുഴപ്പമില്ല, പച്ചയായാലും കുഴപ്പമില്ല. നീ അഖിലിന്റെ വീട്ടിൽ പോട്ടെ, ഇച്ചിരി ഉപ്പ് മേടിച്ചോണ്ടോ. പിന്നെ ഉപ്പിന് വേണ്ടി തണ്ടല്ലോ. ആ മണ്ണയുടെ വേണ്ടി ഞാൻ പോണോ ഇല്ലയോ? പിന്നെ നീയല്ല വേറെ ആരെങ്കിലും പോകും. എന്നാ ഞാൻ പോയിട്ട് വരാം. എന്നാ പോ. വെക്കേഷന് പഠിത്തമാന്ന് പറഞ്ഞിട്ട് ഇതാണല്ലേ പരിപാടി ഇല്ലയോ? +1 ചാപ്റ്റർ ഉണ്ട്, പിന്നെ ഔട്ട് ഓഫ് സിലബസ് ആയതുകൊണ്ട് പുസ്തകമൊന്നും കിട്ടിയില്ല. അപ്പൊ റെഫർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇട്ടതാ. എന്നാ ഞാനും കൂടെ റെഫർ ചെയ്യട്ടെ. അത് നീ 10ാം ക്ലാസ്സിലല്ലേ ആയുള്ളൂ. അടുത്ത വർഷം ഞാനും ഇതൊക്കെ പഠിക്കാനുള്ളതല്ലയോ? നേരത്തെ പഠിച്ചു വെക്കുന്നതെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അങ്ങൊരു മനസ്ഥിതി ഉണ്ടെങ്കിൽ ആ പോയവനെ കാണുന്നില്ലല്ലോ. ഇപ്പൊ 10-20 മിനിറ്റ് ആയി. എനിക്ക് തോന്നേ അവനെ ആ വീട്ടിനകത്ത് കയറ്റിയിരുത്തി അവനെ പഠിപ്പിക്കുമായിരിക്കും. എന്നാ തുടക്കം മുതല് ഞാൻ പിന്നെ പറഞ്ഞതാണല്ലോ. റിപ്പീറ്റ് വാല്യൂ കുറവാതാ. നീ ഒരു കാര്യം ചെയ്യ്, അവനെ ഇങ്ങ് വിളിച്ചോണ്ട് പോവാ. അവൻ അവിടെ ഇരുന്ന് പഠിച്ചു പോയാലോ. മാർക്ക് കൂടിയല്ല, ഞാൻ പോയിട്ട് വിളിച്ചോണ്ട് വരാം. ശരിക്കും സിലബസിലുള്ളതാ. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് പഠിക്കണം. ചേട്ടാ ഈ പോയ 2 ഉമ്മരെ കാണുന്ന ഉമ്മര് എന്തേ എവിടാ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ പോയി നോക്കാം. ഉമ്മര് എന്തോ എടുക്കുവോ? എടാ സത്യമായിട്ടും നീ ഒന്ന് കണ്ടു നോക്ക്, പൊളിയാ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. തുടക്കം തന്നെയാണേ. തുടക്കം തൊട്ട് കണ്ടാലേ ഒരു രസം കിട്ടത്തുള്ളൂ. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. മോളെ രാവിലെ എങ്ങോട്ടാ? ട്യൂഷൻ എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. എക്സ്ട്രാ ക്ലാസ്സോ? ഞായറാഴ്ച കേട്ടോ. അല്ല സാറ് വെച്ചതാ എക്സ്ട്രാ ക്ലാസ്സാ. ഇന്ന് വണ്ടിക്കൂലി വേണ്ട? എവിടെ? അയ്യോ വേണ്ട ചെന്ന് വണ്ടിക്കൂലി വേണ്ട. എന്തോ എന്റെ ഒരു കൂട്ടുകാരി ഇപ്പൊ വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുകൂടെ നടന്നങ്ങ് പൊക്കോളാം. 2 മണിക്ക് കൗണ്ടി ക്രിക്കറ്റ് ഉണ്ട്. ഇവിടെ അതിനേക്കാളും സൂപ്പർ സാധനം ഇവിടെ നടക്കുന്നത്. ഇന്ന് ഫൈനലാന്ന്.
ഇതിന്റെ ഫൈനൽ കുറച്ച് കഴിയുമ്പോൾ ആവും. ഇന്ന് കണ്ടില്ലെങ്കിലേ പിന്നെ കാണാൻ പറ്റത്തില്ല. പ്രകാശിനെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ 2 ദിവസത്തേക്ക് തന്നാ ഇന്ന് 2 ദിവസം തീരും. ഇന്ന് കണ്ടില്ലേ പിന്നെ കാണാൻ പറ്റത്തില്ല. എടാ നീ തുറടാ. നിങ്ങൾ പറ. എടാ നിന്റെ വീടാടാ. തുറയടാ. പോയി തുറന്നിട്ട് വേണം. പോയി തുറ. ആരാ? ആരാ? ഞാൻ നിന്റെ തന്ത. എന്തോടെ ഇവിടെ എല്ലാവരുടെ പരിപാടി? പഠിക്കുക. എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? അടുത്ത കൊല്ലത്തേക്കുള്ള പഠിത്തം. എന്തോ ചൂടായത്. ഒന്ന് കുളിക്കട്ടെ. തോർത്തെത്തൂടെ ടിവിയുടെ മണ്ടയ്ക്ക് കൊണ്ടിട്ടേക്കുന്നേ. ജസ്റ്റ് മിസ്സിൽ അകറ രക്ഷപ്പെട്ടു. അതെ എവിടെ പോന്ന്? അത് പിന്നെ ട്യൂഷൻ സെന്ററിലെ എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു, അതിന് പോവാ. അതിന് ഞായറാഴ്ച അല്ലേ? ഇന്നെന്തോടി എക്സ്ട്രാ ക്ലാസ്? അല്ല സാറ് വെച്ചതാ എക്സ്ട്രാ ക്ലാസ്സാ. സാറിന് സ്പെഷ്യൽ ക്ലാസ്സാ. എടി മോളെ, വണ്ടിക്കൂലി ഒന്നും വേണ്ട എടി ബസ്സിന് പോകാൻ. ഓ അവക്ക് വണ്ടിക്ക് പോലും ഒന്നും വേണ്ടായിരിക്കും അച്ഛാ. വഴി കൂടെ പോകുമ്പോഴേ ഫ്രണ്ട്സ് വല്ലതും കാണും കൂടെ ഒരുമിച്ച് നടക്കാനേ. അല്ലയോടി അതൊക്കെ നമ്മളിപ്പോ കണ്ടതേ ഉള്ളു. എന്റെ ഒരു കൂട്ടുകാരി ഇപ്പൊ വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്റെ കൂടെ നടന്നങ്ങ് പൊക്കോളാം. അച്ഛനെ ലാഭപ്പെടുത്തുന്ന ഒരു പൊന്നുമോള്, എന്റെ തങ്കം മുത്ത്. അന്നാ ഞാനങ്ങോട്ട് പോയിട്ട് വരട്ടെ. പോ മോളെ പോ. പോട്ടറാ. ഓ ബാഗില്ലാതെ എക്സ്ട്രാ ക്ലാസ്സിന് പോകുന്ന എന്റെ കുഞ്ഞ് അതുവരെ ലാഭിക്കുക. അതെ ഒരു ഹെൽപ്പ് ചെയ്യാവോ? നമ്മളാ കണ്ടോണ്ടിരുന്ന സാധനത്തിന്റെ ബാക്കി കാണാൻ പറ്റുമോ? ഒരെണ്ണം കിട്ടിയിട്ടിരിക്കും. ഇതുണ്ടോ തെടുത്ത് കിടക്കുന്നത്? എന്തേലും ഒരു വഴി ഉണ്ടാക്കണം. അല്ലെങ്കിൽ കുഴപ്പമില്ല, നീ പറഞ്ഞു തന്നാലും മതി. ഞാൻ നീ കണ്ടതും വരെ കണ്ടിട്ടുള്ളൂ. ഞാൻ അപ്പുറം കണ്ടില്ല. കഷ്ടമുണ്ടാ അതിന്റെ ബാക്കി എവിടെയെങ്കിലും ഇട്ടൊന്ന് കാണിടാ. കഷ്ടമാടാ. അത് കഴിഞ്ഞിട്ട് എന്തോ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിട്ടാടാ. എന്റെ പൊന്നിനെ എനിക്ക് അറിയത്തില്ല. എന്റെ അണ്ണനുണ്ടല്ലോ, ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. ആ വീഡിയോ കണ്ട പോലെ എന്തൊക്കെയോ. ഇപ്പോഴാ കാര്യങ്ങൾ ഒന്നും കൂടെ വ്യക്തമായത്.